മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വലിയ സംഘർഷമായിരുന്നു ഇന്നലെ മുതൽ. അപ്പൊ അവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോലീസ് കൂടുതൽ ജാഗ്രത പാലിക്കുകയാണ്. കുറെ പേർക്ക് ഇന്നലെ പരിക്കേറ്റു, കുറെ വാഹനങ്ങൾ കത്തിച്ചു. അപ്പൊ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്ന് നാഗ്പൂരിൽ നിന്ന് ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ അതിന്റെ വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, എന്താണ് അവിടുത്തെ പുതിയ സാഹചര്യം? ഇന്നലെ മുതൽ അവിടെ വലിയ സംഘർഷമായിരുന്നു, അനാവശ്യ പ്രചാരണങ്ങൾ പല വിഷയങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് ജാഗ്രത പാലിക്കുന്നു, സർക്കാർ മുൻകരുതൽ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കർഫ്യൂ ആണ് ഇപ്പോൾ ടൗണിൽ. എന്താണ് പുതിയ വിവരങ്ങൾ ശ്രീനാഥ്? സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ടോ? SKN വിജയകുമാർ, ഹാഷ്മി, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ നാട്ടിൽ ലഹരിക്കെതിരെ നിങ്ങൾ യാത്ര നടത്തുന്നു. യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ ലഹരിക്കപ്പുറത്തേക്ക് മതപരമായ ആളുകൾക്കിടയിൽ ഒരു ഭിന്നിപ്പാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലേക്കിടെ വർദ്ധിച്ചു വരുന്നത്. അതിൻ്റെ ഏറ്റവും ഒരു മൂർത്തമായ അവസ്ഥയിലാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ കഴിഞ്ഞ ദിവസം വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഔറംഗസേബിൻ്റെ പേരിലാണ് മഹാരാഷ്ട്രയിൽ ഈ ഭിന്നിപ്പ് ഇങ്ങനെ വർദ്ധിച്ചു വന്നത്. ഔറംഗസേബിൻ്റെ ശവകുടീരം സംഭാജി നഗറിലുള്ളത് പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ബജ്രംഗ് ദളും BHPയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു. അങ്ങനെ ഒരു പ്രതിഷേധ പരിപാടി നാഗ്പൂരിലും നടന്നു. അതിനിടെ ഒരു മതവിഭാഗത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ചില നടപടികൾ ഉണ്ടായി എന്നൊരു അഭ്യൂഹം പിന്നാലെ വൈകിട്ടോടെ പ്രചരിക്കുകയായിരുന്നു. അങ്ങനെയാണ് രാത്രി 7 മണിയോടെ വലിയ തോതിൽ ആളുകൾ സംഘടിക്കുകയും കല്ലേറും, വാഹനങ്ങൾക്ക് തീയിടുകയും കടകൾ ആക്രമിക്കുകയും അങ്ങനെ ഒരു കലാപ സമാനമായൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അവിടെ കൊണ്ടുചെന്നെത്തി. മാത്രമല്ല മഹൽ ഏരിയയിലാണ് ഇത് തുടങ്ങിയത്. പിന്നീട് രാത്രി 11 മണിക്ക് ഹൻസ്പുരി മേഖലയിലും നാഗ്പൂരിലെ തന്നെ മറ്റൊരു മേഖലയിലേക്കും അത് വ്യാപിച്ചു. അങ്ങനെയാണ് കർഫ്യൂ പ്രഖ്യാപിക്കുന്ന നടപടിയിലേക്ക് പോലീസ് എത്തിയത്. ഇന്ന് ഏതായാലും രാവിലെ ഏതെങ്കിലും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കനത്ത പോലീസ് സുരക്ഷ ആ മേഖലയിൽ ആകെയുണ്ട്. ആളുകളെ സംഘടിക്കുന്നതിനൊക്കെ തന്നെ കടുത്ത നിയന്ത്രണവും വിലക്കും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ അക്രമ സംഭവങ്ങൾ ഉണ്ടായില്ല എന്നത് ആശ്വാസകരമാണ്. നാഗ്പൂരിൽ ഇത് ഒതുങ്ങി നിൽക്കണം എന്നതാണ് ഇപ്പോൾ പോലീസിൻ്റെ ഒരു ജാഗ്രത. കാരണം മറ്റിടങ്ങളിൽ കൂടി ഈ തരത്തിൽ സംഘർഷമുണ്ടായാൽ അത് ഒരു വലിയ ക്രമസമാധാന പ്രശ്നമായി മാറും. അത് തടയാനുള്ള ശ്രമങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഇങ്ങനെ ഒരു അക്രമ സാധ്യത മുന്നിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അത് തടയാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യമാണ് പ്രതിപക്ഷം മഹാരാഷ്ട്രയിൽ ഉന്നയിക്കുന്നത്. ഇപ്പോൾ ശിവസേന ഉദ്ധവ് നേതാവ് ആദിത്യ താക്കറെ അടക്കമുള്ള നേതാക്കൾ, കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ അത്തരം ചോദ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും അഭ്യൂഹങ്ങളും വ്യാജ പ്രചാരണങ്ങളും വിശ്വസിച്ച് ആരും അക്രമത്തിന് മുതിരരുത് എന്നതാണ് എല്ലാ പാർട്ടി പ്രവർത്തകരും എല്ലാ പാർട്ടി നേതാക്കളും ഒരുപോലെ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഏതായാലും സമാധാനം ഇതുപോലെ ഇന്നിപ്പോൾ രാവിലെ കാണുന്ന തരത്തിൽ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിജയകുമാർ.